എൻ്റെ പേര് ജെനി. ഞാനിവിടെ അടുത്ത് തത്തമ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2022 ഫെബ്രുവരിയിലാണ്. ഉടമ്പടി എടുത്തതിൻ്റെ അടുത്ത ആഴ്ച ഞാൻ ഓസ്ട്രേലിയ വിസയ്ക്ക് വേണ്ടിയാണ് അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഉടമ്പടി എടുക്കുന്നത്. എടുത്തതിൻ്റെ അടുത്ത ആഴ്ച തന്നെ എനിക്ക് ലൈസൻസ് കിട്ടി. പക്ഷേ അതിനുശേഷം എനിക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല, എൻ്റെ വിസയിൽ ഒരു അപ്ഗ്രേഡും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും കുറച്ച് നാൾ പ്രാർത്ഥിക്കും, പിന്നെ ഇടയ്ക്ക് കുർബാന മുടക്കും, ഉടമ്പടി ധ്യാനം മുടക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഉടമ്പടി കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാതെ കുറേ നാൾ ഉഴപ്പിയിരുന്നു. അതിനുശേഷം എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടൻ ഇങ്ങനെ നീ ഇപ്പോൾ ഉടമ്പടി ധ്യാനം കൂടുന്നില്ല എന്ന് ചോദിച്ചൊരു ദിവസം സംസാരിച്ചപ്പം 5ാമത്തെ ഉടമ്പടി പുതുക്കലിലാണ് ഞാൻ വീണ്ടും ഉടമ്പടി വളരെ കറക്റ്റായിട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് വളരെ എൻ്റെ ആത്മീയ കാര്യങ്ങളിലും വളരെ മാറ്റങ്ങളുണ്ടായി. അങ്ങനെ എനിക്ക് അത്രയും നാൾ മുടങ്ങിയതിൻ്റെ വിഷമം ഉണ്ടായിരുന്നെങ്കിലും പലതവണ ഞാൻ ഉടമ്പടി കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. അപ്പോഴും വീണ്ടും ഒരു പ്രതീക്ഷ കൈവിട്ടു പോയി. ഈ 5ാമത്തെ പുതുക്കലിന് ശേഷം എനിക്ക് വളരെയധികം മാറ്റങ്ങളുണ്ടായി. എനിക്ക് എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും ഞാൻ കുർബാനയും ബൈബിളും ഒന്നും മുടക്കാതെ എല്ലാം ചെയ്തു. അതിൻ്റെ ഫലമായി ഞാൻ ഓഗസ്റ്റ് 15 ഡേറ്റ് എഴുതിയിട്ടാണ് ഡേറ്റ് എഴുതി ഞാൻ വിസയ്ക്ക് അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് വിസ വന്നില്ല. അപ്പോൾ അതിനുശേഷം സാധാരണ എൻ്റെ ഒരു രീതിയിൽ വെച്ചിട്ടാണെങ്കിൽ ഞാൻ പിന്നെയും ഉഴപ്പേണ്ടതാണ്. പക്ഷേ വീണ്ടും ഞാൻ കറക്റ്റായിട്ട് ചെയ്തു. അത് മുടക്കാതെ ഞാൻ കറക്റ്റായിട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് സെപ്റ്റംബർ 12-ാം തീയതി എനിക്ക് വിസ ലഭിച്ചു. ഈ കറക്റ്റായിട്ട് ചെയ്ത സമയത്ത് ഉടമ്പടി വസ്തുക്കളായ എണ്ണയും ഉപ്പും എല്ലാം ഉപയോഗിച്ചിട്ട് മാത്രമേ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ളായിരുന്നു. കാരുണ്യ പ്രവർത്തനമായി ഞാൻ ചെയ്തത് എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും ഭക്ഷണം കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഹോസ്പിറ്റലുകളെല്ലാം നേരിട്ട് എല്ലാവർക്കും പത്രം കൊടുക്കുകയും ചെയ്തു. 16-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു, രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. നമ്മളോട് ജതി ജോസ് എന്ന സഹോദരിയാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. വിദേശത്തേക്ക് പോകുവാനായിട്ട് സാധിച്ചതിൻ്റെ സന്തോഷത്തിൽ പരിശുദ്ധമ്മയുടെ അൾത്താരയിൽ നിന്നുകൊണ്ട് ഈ സഹോദരി സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിലുണ്ടായിട്ടുള്ള പോരായ്മകളും വീഴ്ചകളും എടുത്തു പറയുകയാണ്. എന്നാൽ ഉടമ്പടി വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യതയോടുകൂടി ചെയ്യുവാനായിട്ട് തുടങ്ങിയപ്പോൾ നമുക്കറിയാം, ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തി ഉടമ്പടി ധ്യാനം കൂടണമെന്ന് പറയുന്നത് ഉടമ്പടിയിൽ ലഭിക്കുന്ന അപ്ഡേഷൻസ് അല്ലെങ്കിൽ പുതിയതായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ ഓരോ വ്യക്തികളും പറയുന്ന അവർക്ക് ഉടമ്പടിയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ്, ഉടമ്പടി ധ്യാനത്തിൽ ആ സാക്ഷ്യങ്ങളാണ് നമ്മൾ വിശദീകരിക്കുകയും ആ സാക്ഷ്യങ്ങളിലൂടെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഉടമ്പടിയിൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടും കൂടുതൽ വിശ്വസ്തയോടുകൂടി ദൈവത്തിരുസന്നിധിയിൽ നിൽക്കുവാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുന്നതും ഉടമ്പടി ധ്യാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തി ഉടമ്പടി ധ്യാനം കൂടേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, ഉടമ്പടിയിൽ വളരണമെങ്കിൽ തീർച്ചയായിട്ടും ഉടമ്പടി ധ്യാനം കൂടി ഓരോ ആഴ്ചയിലും നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ച് ജീവിതത്തിൽ കൂടുതൽ മേന്മകൾ ഉണ്ടാകണമെന്ന് വിചാരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് അത് സംഭവിക്കുക. അതുകൊണ്ട് ഈ സഹോദരൻ നമ്മളോട് പറയുന്നുണ്ട് ഉടമ്പടി ധ്യാനം കൂടുവാനായിട്ട്. അതുപോലെ തന്നെ ഉടമ്പടി സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് 5ാമത്തെ ഉടമ്പടി പുതുക്കുമ്പോഴാണ് ചെയ്യുവാനായിട്ട് തുടങ്ങിയതെന്ന്. അപ്പോൾ അത് വലിയ അനുഗ്രഹമായി അഭിഷേകമായിട്ട് ഈ സഹോദരിയുടെ ജീവിതത്തിൽ മാറിത്തീരുകയാണ്. നമ്മുടെയൊക്കെ ഉടമ്പടി ജീവിതത്തിൽ വരുന്ന വീഴ്ചകളെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളായി തീരുമെന്ന് ഈ സാക്ഷ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.